ക്രിക്ക് ടോക്സ് ചിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കെ കെ ആറിന്റെ ഫാൻസിന് ഒരു സന്തോഷ വാർത്തയുണ്ട്. കെ കെ ആർ ടീമിന് ഒരു സന്തോഷ വാർത്ത. അവരുടെ സൂപ്പർ ബൗളർ മദീഷ പതിരാന ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുമെന്ന് ഇപ്പോൾ അങ്ങനെ പറയപ്പെടുന്നത്. അദ്ദേഹത്തിന് ഇഞ്ചുറി ആയിരുന്നു, നമുക്കറിയാമല്ലോ. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ NOC ലഭിച്ചിട്ടുണ്ട്. ശ്രീലങ്ക ക്രിക്കറ്റിന്റെ ഭാഗത്ത് NOC ലഭിച്ചു. അദ്ദേഹത്തിന് വേണ്ടി IPL പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ കെ കെ ആറിനെതിരെ അഡ്വാൻറ്റേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ക്രിക്കറ്റ് വരുന്നത് മദീഷ പതിരാന ഹാസ് obtained his no objection certificate from Sri Lankan cricket and is set to join the Kolkata Knight Riders squad. അങ്ങനെയാണ് അവർ കൊടുക്കുന്നത്. ഇപ്പൊ ക്രിക്കറ്റ് ഒഫീഷ്യലായിട്ട് റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. പതിരാന will be available for selection as early as their next match against Chennai Super Kings in Chennai on April 14th എന്നുകൂടി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നാളത്തെ മത്സരത്തിൽ അദ്ദേഹം അവൈലബിൾ ആവാൻ ചാൻസ് ഉണ്ട്. ചെന്നൈക്കെതിരെ ഒരു പക്ഷേ മദീഷ പതിരാനെ ചെപ്പൊക്കിൽ കളിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്കറിയാമല്ലോ, ചെപ്പൊക്കിൽ ഒരു 3-4 കൊല്ലം മദീഷ പതിരാനെ മികച്ച രീതിയിൽ ബൗൾ ചെയ്ത പ്ലെയർ ആണ്. അപ്പോ അതേ ചെന്നൈക്കെതിരെ മദീഷ പതിരാന ഇറങ്ങാനുള്ള ചാൻസുകൾ കൂടുതലാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. The 23-year-old took his set to play against his erstwhile franchise have missed the early stage of the competition due to calf injury. അദ്ദേഹത്തിന് കാഫ് ഇഞ്ചുറി ആയിരുന്നു, അദ്ദേഹത്തിന് മിസ് ചെയ്യപ്പെട്ടു. പക്ഷെ അദ്ദേഹം ഇപ്പൊ ഒരു പക്ഷേ കളിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന് ഇഞ്ചുറി T20 വേൾഡ് കപ്പ് കളിക്കുമ്പോഴാണ് ഈ ഇഞ്ചുറി പറ്റുന്നത്. കെ കെ ആർ ഓൾസോ റീലിംഗ് ഫ്രം ദ ലോസ് ഓഫ് ഹർഷിത് റാണ ആൻഡ് ആകാശ് ദീപ് ഡിഡ് നോട്ട് സീക്ക് എ റീപ്ലേസ്മെന്റ് ഫോർ പതിരാന ആൻഡ് were in constant communication with the Sri Lanka cricket to track his progress. അതായത് കെ കെ ആറിന്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. ഇപ്പോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഹർഷിത് റാണയും ആകാശ് ദീപ് ഒക്കെ ഇഞ്ചേർഡ് ആണ്. പക്ഷെ അവർക്ക് ഓരോ റീപ്ലേസ്മെന്റ് നവദീപ് സൈനിയും സൗരവ് ദുബെയൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ മുസ്താഫിസും ബ്ലസ്സിംഗ് മുസറമാനി കളിക്കുന്ന ബ്ലസ്സിംഗ് മുസറമാനി മാത്രമാണ് ഒരു വിദേശ നിരക്ക് പേസറായിട്ട് അവരുടെ ടീമിലുള്ളൂ. അത് കാര്യം കൂടി നോക്കണം. ഇപ്പൊ മദീഷ പതിരാന കൂടി വരുമ്പോൾ അവരുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒരു അല്പം കൂടി മൂർച്ച കൂടും. എതിരാളികൾക്ക് അത് നല്ലൊരു സന്തോഷമല്ല. മതിരാനയുടെ ലെങ്ത്തും വേരിയേഷൻ ഒക്കെ ആണ്. പക്ഷെ ഇഞ്ചുറി മാറി വരുന്നതാണ്. അദ്ദേഹം മികച്ച ബോളറാണ്. എത്രയും നല്ല വ്യക്തി അറിയാൻ പറ്റട്ടെ എന്ന ഇത് മാത്രമേ നമുക്കുള്ളൂ. അദ്ദേഹത്തിന് സ്ലിംഗി പേസിംഗ് യോർക്കർ നമുക്കറിയാമല്ലോ. മതിരാനയുടെ മികച്ച ഒരു പേസർ യോർക്കർ ആയിരിക്കും. ഒരു വൈഡ് ലെങ്ത് യോർക്കർ അല്ലെ മിഡിൽ സമയ യോർക്കർ. അങ്ങനെ ഇതാണ് മതിരാന കൂടുതലായിട്ടും ഇത് ചെയ്യാറുള്ള കാഴ്ചകൾ നമ്മൾ കാണാറുള്ളത്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ അവർക്ക് ഇപ്പോ ബ്ലസ്സിംഗ് മുസ്തഫാനി മാത്രം ഒരു ക്വിക്ക് പേസ് ആയിട്ടുള്ളൂ. ബാക്കി ഇപ്പോ ക്യാമറൺ പ്രിയന ആയാലും ഒക്കെ സ്ലോ ബോളറാണ്. അദ്ദേഹത്തിന് വലിയ രീതിയിൽ കളിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കെ കെ ആർ ചിലപ്പോ നാളെ ഒരു പക്ഷേ മദീഷ പതിരാന കളിക്കാനുള്ള ചാൻസുകളുണ്ട്. അദ്ദേഹം അവൈലബിൾ ആവുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ കെ കെ ആറിന് സന്തോഷ വാർത്തയാണത്. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വീഡിയോസുമായി നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും.